Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon. Good afternoon. Yes. മിസ് ഞങ്ങളുടെ അടുത്ത് നിന്ന് സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. Okay, okay. Sixth chapter അല്ലേ? How to arrange blackboardും seat arrangementsഉം sitting arrangementsഉം uniformsഉം അല്ലേ പറഞ്ഞത്? മിസ് അർച്ചനയ്ക്ക് എന്തോ ഹോസ്പിറ്റലിൽ എന്തോ പോണായിരുന്നു, അതുകൊണ്ട് അർച്ചന എന്നെ കാണില്ല എന്ന് പറഞ്ഞായിരുന്നേ. Okay. Yes. Okay, prayer start ചെയ്തോളൂ. Good afternoon, ma'am. Good afternoon, all. വിരിഞ്ഞു നിന്ന വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാത കാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. ഓക്കെ മാം. Okay. Thought of the day. You can't always choose who comes into your life, but you can learn what lesson they teach. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരൊക്കെ വരണമെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കാൻ കഴിയില്ല.
പക്ഷെ അവർ എന്ത് പാഠം പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. CV രാമൻ. Okay, very good. Signing. സൈനിങ് ഞാനാണ് മിസ്സേ. ചെറിയൊരു പാട്ടാണേ. മൂളം തണ്ടായി മുറിഞ്ഞാനിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം. മൂളം തണ്ടായി മുറിഞ്ഞാനിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം. ഒരു കുരങ്ങുകുമ്പിളിലേടാം കനിവാർന്ന സ്വാന്തനം. നീലപ്പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കണ്ണിലേ ഇതളുറങ്ങാത്ത പൂവ് പോലെ അരികിൽ നിന്നു. സൈനിങ് ബൈ അനിമോൾ. Okay. Good afternoon to all. Good afternoon, ma'am. Strength കുറവുള്ള ക്ലാസ്സിൽ ഇത്രയും പേരുള്ളോ? എല്ലാ ക്ലാസ്സിലും ഇത്രയൊക്കെ കയറാറുള്ളൂ. കൊറേ പേര് മിസ് ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് കൊറേ പേര് അങ്ങനെ ലീവാണ്. ഓക്കെ, ശരി. പിന്നെ സെമിനാറിന്റെ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സെമിനാർ അല്ല, ക്ലാസ് ആണ്. ഏതായിരുന്നു? ഹൗ ടു അറേഞ്ച് ആരായിരുന്നു? അർച്ചനയായിരുന്നോ? അർച്ചനയായിരുന്നു പറഞ്ഞത്. ഓക്കെ. സീറ്റ് അറേഞ്ച്മെന്റ്സ് ഞാനാണ് മിസ്. ഞാനാണ് മിസ് സീറ്റ് അറേഞ്ച്മെന്റ്. ഞാനാണ്. ഓക്കെ, അർച്ചന അടുത്ത ക്ലാസ് എടുക്കുമെന്നാവോ? എടുക്കായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അർച്ചനോട് ഇത് എടുക്കാൻ പറയണേ. കുറച്ച് പോർഷൻ അല്ലേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആരാണ്? ഞാനാണ് മിസ്സേ. ഇന്നത്തെ എന്റെ സെമിനാർ ടോപ്പിക് സീറ്റ് അറേഞ്ച്മെന്റ് ഇൻ ക്ലാസ് റൂം എന്നതാണ്. മോണ്ടിസോറി മെത്തേഡ് സ്റ്റുഡന്റ് ക്യാൻ സീറ്റ് ഫ്രീലി ഓൺ ഫ്ലോർ. ഒരു ക്ലാസ്സിൽ ഇരിപ്പിട ക്രമീകരണം വളരെ പ്രധാനം തന്നെയാണ്. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾക്ക് നിലത്ത് സ്വതന്ത്രമായി ഇരിക്കുന്ന രീതിയാണ് പരിശീലിപ്പിക്കുന്നത്. ദേ ക്യാൻ ലൈ ഡൗൺ, ടേൺ ബാക്ക് ഓർ സീറ്റ് കംഫർട്ടബിൾ. കാർപ്പറ്റ് ആർ യൂസ്ഡ് ബട്ട് ദേ ഷുഡ് ബി ഫോൾഡഡ് ആഫ്റ്റർ യൂസ്. ഇവർക്ക് സൗകര്യമായി ഇരിക്കാനും ചലിക്കാനും കഴിയും. കാർപ്പറ്റ് ഉപയോഗിക്കും. ആവശ്യം കഴിഞ്ഞ ശേഷം അവരെ കൊണ്ട് തന്നെ അത് മടക്കി വെക്കാൻ ശീലിപ്പിക്കുന്നു. ഇൻ ഹയർ ക്ലാസ്സസ് ബെഞ്ചസ് ആൻഡ് ഡെസ്ക് ആർ യൂസ്ഡ്. ദീസ് ഹെൽപ്പ് സ്റ്റുഡൻറ് ഇറ്റ് റൈറ്റ് പ്രോപ്പർലി ആൻഡ് സിറ്റ് ഇൻ ആൻഡ് ഓർഗനൈസ്ഡ് എവേ. മുകളിലുള്ള ക്ലാസ്സുകളിൽ ബെഞ്ചസും ഡെസ്കും ഉപയോഗിക്കുന്നു. ഇത് കുട്ടികൾക്ക് ശരിയായി എഴുതാനും ക്രമമായി ഇരിക്കുവാനും സഹായിക്കുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബെഞ്ചസ് ഓഫ് ഡിഫറെന്റ് പർപ്പസ്. ക്വാർട്ടർ ബെഞ്ച്, ഹാഫ് ബെഞ്ച്, ഫുൾ ബെഞ്ച്. ക്വാർട്ടർ ബെഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് സിറ്റിംഗ് ആൻഡ് റൈറ്റിങ്ങിന് സഹായകരമാകുന്നു. ഹാഫ് ബെഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് സിറ്റിംഗ് ആൻഡ് വർക്കിങ്ങിന് സഹായകരമാകുന്നു. ഫുൾ ബെഞ്ച് ഉപയോഗിക്കുന്നത് ഹയർ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് റൈറ്റിങ്ങിനും ആക്ടിവിറ്റിക്കും ഇത് സഹായമാകുന്നു. പ്രോപ്പർ സീറ്റിംഗ് ഇംപ്രൂവ് കോപ്പറേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ടീച്ചേഴ്സ് ക്യാൻ അറേഞ്ച് the class in different shape like U shape or group seating. ശരിയായ ഇരിപ്പിട ക്രമീകരണം, സഹകരണം, അച്ചടക്കം മുതലായവ വർദ്ധിപ്പിക്കുന്നു. ടീച്ചർ ക്ലാസ്സിനെ യു ഷേപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് രീതിയിൽ ക്രമീകരിക്കുന്നു. ദിസ് മേക്സ് ലേണിംഗ് മോർ ഇന്ററാക്ടിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്.
ഇത് പഠനം കൂടുതൽ രസകരവും സജീവവുമാക്കുന്നു. ഓരോ കുട്ടിക്കും മൂവ്മെന്റ് സ്പേസ് നൽകുന്നു. സോ എ ഗുഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്രിയേറ്റ് എ ബെറ്റർ ലേണിംഗ് എൻവയോൺമെന്റ്. അതിനാൽ നല്ല ഇരിപ്പിട ക്രമീകരണം നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതാണ് മിസ് എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്ന്. അത്രേ ഉള്ളൂ എടുക്കാൻ. മുഴുവൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു മിസ്സേ. ഷേപ്സ് പറഞ്ഞായിരുന്നോ? എന്താ മിസ്സേ? ഷേപ്പ് ഏത് ഷേപ്പ്? പറഞ്ഞായിരുന്നു. യു ഷേപ്പ്, യു ഷേപ്പ്, ഗ്രൂപ്പ് സീറ്റിംഗ്, അത് പറഞ്ഞായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഞാനാണ് മിസ്സേ. പറഞ്ഞോ. ഞാൻ പറയുന്ന ടോപ്പിക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. It is one of the dubious matters to the teacher since every parent wants their children to sit in the front. അതായത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ പാരന്റ്സിന്റെയും ആഗ്രഹം അവരുടെ മക്കൾ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം എന്നാണ് എല്ലാ പാരന്റ്സിന്റെയും ആഗ്രഹം ഉണ്ടായിരിക്കാം. Some of the students are having eye defect, hearing defects, which are not easily identifiable. അതായത് ചില കുട്ടികൾക്ക് നമുക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കേൾക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. We can make seating arrangements by the following methods. നമുക്ക് താഴെ പറയുന്ന മെത്തേഡ്സിലൂടെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് ഹൈറ്റ് ഓർഡർ ആണ് പറയുന്നത്. സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഷുഡ് ഹാവ് ടു ബി ചേഞ്ച്ഡ് വൺസ് ഇൻ എവറി വീക്ക്. അതായത് നമുക്ക് എന്തായാലും സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരാഴ്ചകളിൽ ഇങ്ങനെ മാറ്റണം എന്നാണ് ഇതിൽ പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ 4 corners ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 2 ways. അതായത് നമുക്ക് 4 കോണുകൾ ഉണ്ടാവില്ലേ ക്ലാസ് റൂമിലെ, ആ 4 കോണുകളിൽ നിന്നും നമുക്ക് റോ ആയിട്ടോ അല്ലെങ്കിൽ കോളം ആയിട്ടോ ഓരോ ആഴ്ചയിലും നമുക്കത് മാറ്റാം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഹൈറ്റ് കുറവുള്ള കുട്ടികൾ ഫ്രണ്ടില്, ഹൈറ്റ് കൂടുതലുള്ള കുട്ടികളെ ആദ്യം ബാക്കിൽ ഇരുത്തുക. പിന്നെ നമ്മൾ ഓരോ ആഴ്ചയിലെ അതിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഹൈറ്റ് ഓർഡറിൽ പറയുന്നത്. രണ്ടാമത്തെയാണ് ആൽഫബറ്റിക്കൽ ഓർഡർ. അറേഞ്ചിങ് ദ സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ വി ക്യാൻ മേക്ക് ഫ്രം ടു സിറ്റ് ഫ്രം ദ 4 corners into 2 ways. അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ A to Z, അതായത് നമ്മുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് കുട്ടികളെ തന്നെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യാന്നാണ് പറയുന്നത്. അതും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ 4 corner അവിടെ നമുക്ക് കോളമായിട്ടോ റോ ആയിട്ടോ കുട്ടികളെ തന്നെ അറേഞ്ച് ചെയ്തിരുത്താം. അടുത്തത് പറയുന്നത് അറ്റൻഡൻസ് ഓർഡർ ആണ്. If the attendance is not in the alphabetical order, attendance order can also be used for sitting arrangements. അതായത് നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് ഓർഡറിലും കുട്ടികളെ ഇരുത്താം. നമ്മൾ ഹാജർ വിളിക്കുന്ന ഒരു രീതിക്ക് എന്ത് ഓർഡറിലാണോ നമ്മൾ ഹാജർ വിളിക്കുന്നത് ആ രീതിക്ക് നമുക്ക് കുട്ടികളെ അറേഞ്ച് ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് റാങ്കിങ് മെത്തേഡ്സ്. It is not successful in some schools where giving methods are apt. Another form of rank giving method so that it is having no use. അതായത് റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചില സ്കൂളുകളിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെ തന്നെ ഫ്രണ്ടിലിരുത്തുക, അധികം പഠിക്കാത്ത കുട്ടികളെ ബാക്കിലിരുത്തുക, അങ്ങനത്തെ ഒക്കെ രീതിയുണ്ട്. പക്ഷെ അത് നല്ല ഒരു രീതിയല്ല. കാരണം നമ്മളെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും ഒരുപോലെയല്ല നമ്മൾ കാണേണ്ടത്. അപ്പൊ ആ മെത്തേഡ് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, ഓക്കെ ഉള്ള ഒരു മെത്തേഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആ മെത്തേഡ് നല്ലതായിട്ട് ഇതിൽ പറയുന്നില്ല. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, very good. Okay. Yes, next one. Uniforms. യൂണിഫോം എനിക്കാണ് മിസ്സേ. ശ്രുതി. Okay. Uniforms. To bring the uniforms are used pinafores and slacks. Are the uniforms orders, half pants and slacks are easy and ribbons are also given with the uniforms. Tie and shoes are not necessary in the warm countries like India
Sometimes it is bad for students. When we are helping on the uniforms, we should think about the health conditions of the children. ഇത് പറയുന്നത് യൂണിഫോം സ്കൂളിൽ എല്ലാവരും ഒരേ രീതിയിൽ ഇടുന്ന ഡ്രസ് ആണെന്നാണ്. ഗേൾസിന് പിനാഫോഴ്സും ബോയ്സിന് ഹാഫ് പാന്റും സ്ലാക്സുമാണ് യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂണിഫോമിനൊപ്പം കർച്ചീഫ് ആൻഡ് റിബണും ഉൾപ്പെടുത്തുന്നു. ഇന്ത്യ പോലുള്ള ചൂടുള്ള കൺട്രീസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട എന്നാണ് പറയുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഉള്ളതൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു. യൂണിഫോമിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം കൂടി പരിഗണിക്കണം എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, യൂണിഫോം ഓഫ് ദ ചിൽഡ്രൻസ്, ദ ടീച്ചർ ഈസ് ഓൺലി liable to the answer if any one of the children is not wearing the uniform in the her class. അതായത് ഈ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ യൂണിഫോം ഇടാതെ വന്നാൽ അതിന് മറുപടി പറയേണ്ടത് ആ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആണ് എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. എബൌട്ട് കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ ഇൻ ദ യൂണിഫോം. യൂണിഫോമിൽ നമ്മൾ ഈ കർച്ചീഫ്, റിബണ് എന്നിവ പിൻ ചെയ്ത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. About taking care of the belongings of the children like tiffin box, capels, bag, water can, pencil box, സ്ലേറ്റ് എക്സെട്ര. അതായത് കുട്ടികളുടെ സാധനങ്ങൾ, അതായത് ബോക്സ്, കാപ്സ്, ബാഗ്സ്, വാട്ടർ, പെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ക്ലാസ്സിലെ ടീച്ചേഴ്സും കൂടി സംരക്ഷിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. എബൌട്ട് ദ ബാഗ്സ്, ടൈ, ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് പ്ലാനിങ് ദ ഐഡന്റിറ്റി കാർഡ്. അതായത് ബാഡ്ജ്, ടൈ എന്നിവയും പുതിയ രീതിയിലുള്ള ഐഡന്റിറ്റി കാർഡും പിൻ ചെയ്യുന്നു. 4th പോയിന്റ് വരായിരുന്നു മിസ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ യൂണിഫോംസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ പിനഫോംസും സ്ലാക്സും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടികളുടെ യൂണിഫോംസ്, ഗേൾസിന്റെ പിനഫോംസ് നമ്മൾ 2 വള്ളി കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബെൽറ്റ് പോലെ, അതിനെയാണ് പിനഫോംസ് എന്ന് പറയുന്നത്. പിക്ചറെ കാണിച്ചു തരാം. ഓപ്പൺ ആവുന്നില്ല, അതുകൊണ്ടാണ്. സ്ലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ലൂസ് ബോട്ടംസ് ആണ്, അല്ലെങ്കിൽ പാൻസ് കണ്ടിട്ടില്ലേ നോർമലി എടുക്കുന്നത്. അതാണ് നമ്മൾ സെർച്ച് ചെയ്താൽ അങ്ങനെ ഓപ്പൺ ആവുന്നില്ല കാണിക്കാൻ. ഓക്കെ. പിന്നെ നമ്മള് യൂണിഫോംസ് പ്രിഫർ ചെയ്യുന്നത് ഹെൽത്ത് കണ്ടീഷൻസ് കൂടി, അതായത് കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് യൂണിഫോംസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അവിടെ കൊണ്ടുപോകുന്ന സ്കൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എളുപ്പമുള്ളത്, തീർച്ചയായും പറയാനില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് തുടങ്ങി ആരാണ്? നെക്സ്റ്റ് പോയിന്റ് മുതൽ ആരാ എടുക്കുന്നേ? ആരാണ്? മെബിയ. ഓക്കെ. അവരെ അടുത്ത ക്ലാസ് എടുക്കുക. എന്തായാലും എടുത്തേ മതിയോ? കാരണം ചിലവര് വായിക്കുമ്പോ നിങ്ങള് ഇങ്ങനെ വായിച്ചാൽ പോരാ കേട്ടോ, ഇങ്ങനെ ക്ലാസ് എടുത്താൽ പോരാ. വലിയ കുഴപ്പമുണ്ടായില്ല. ടെക്സ്റ്റിൽ അതേ പോയിന്റ്സുകൾ അതേപോലെ തന്നെ കണ്ടന്റ് പ്രസന്റ് ചെയ്തു. ഓക്കെ. പക്ഷെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഒന്നും കൂടി എടുക്കാൻ നോക്കണം കേട്ടോ. കുറച്ചും കൂടെ ഓക്കെ ആവാനുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ക്ലാസ് എടുത്ത് പഠിക്കണേ. ലുതയുടെ ഓക്കെ. പക്ഷെ ബാക്കി 2 പേരെയും വായിച്ചതില് നിങ്ങൾ വായിക്കുമ്പോ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോ കുറെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ കുട്ടികൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അതേ വാക്ക് തന്നെ പിന്നെ പഠിക്കുള്ളൂ. കാരണം ഏത് വേർഡാണോ പറയുന്നത്, നമ്മൾ ഏത് പ്രൊനൗൺസിയേഷൻ, ഏത് ടോണിലാണ്, ഏത് വോയിസ് മോഡുലേഷൻ ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്, അതേ കുഞ്ഞ് പഠിക്കുള്ളൂ അല്ലെ. പെൻ ബുക്ക് എന്നൊക്കെ പറയുമ്പോഴൊക്കെ അത് അതിൻ്റെതായ രീതിയിൽ പറയാൻ ശ്രമിക്കണം. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഓരോ സെന്റൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് ആ സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്, നിർത്തി വായിക്കാന്നൊക്കെ പറയില്ല നമ്മള്. ഓക്കെ. പിന്നെ അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് വാക്കിനാണ് സ്ട്രെസ് ചെയ്ത് കൊടുത്ത് സംസാരിക്കുന്നത്, ആ വേർഡിന് സ്ട്രെസ് ചെയ്ത് കൊടുക്കണം നമ്മള്. ഓക്കെ. വായിച്ചു തുടങ്ങുമ്പോൾ. അപ്പൊ അങ്ങനെ വായിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങൾ വായിപ്പിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പൊ അങ്ങനെ പുറകോട്ട് നിൽക്കുന്നവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം, അതെന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ. നമ്മൾ വായിക്കുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റില്ല, അത് പ്രസന്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് കോൺഫിഡൻസ് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ. ശ്രുതി എടുത്തപ്പോഴും മറ്റേ ആ കുട്ടിയുടെ പേരെന്താണ്, എച്ചി. ഓക്കെ, നിങ്ങൾ ഉറച്ചു പറയുന്നില്ല. ഉറച്ചു പറയാൻ പറ്റണമെങ്കിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും ക്ലാസ് ആ. അങ്ങനെ ഇനി ട്രൈ ചെയ്യാൻ നോക്കണം. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ എത്തുമ്പോൾ ഒരു 9th ചാപ്റ്ററും 10th ചാപ്റ്ററും കംപ്ലീറ്റ് സെമിനാറാണ്. ഓക്കെ, അപ്പൊ എല്ലാ ടോപ്പിക്സിനി തരുമ്പോ നന്നായിട്ട് ആ ടോപ്പിക്സ് പഠിച്ച് നന്നായിട്ട് പഠിക്കാം. നന്നായിട്ട് പഠിക്കാൻ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, നേരെ കിടക്കുന്ന കാര്യമാണ് കേട്ടോ. ടോപ്പിക്കിനെ പറ്റി അറിയാതെ നമുക്ക് അവിടെ ഇവിടെ തപ്പി വായിച്ച് ക്ലാസ് എടുക്കുന്നത് ശരിയാവില്ല. ഓക്കെ, നിങ്ങളിത് ക്ലാസ് മുറിയിലൊന്ന് ആലോചിച്ച് നോക്കി, സ്കൂളിൽ പോയിട്ട് ഒരു 19 കുട്ടികളുടെ മുൻപിൽ ഇങ്ങനെ തപ്പിപ്പിടഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുട്ടികളെ നമ്മളെ മൈൻഡ് ചെയ്യുമോ? കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സുകളും കാര്യങ്ങളും വരാനുള്ള സാധ്യത. അപ്പൊ നമ്മളത് ആദ്യമേ മാറ്റിയെടുക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മള് റെക്കോർഡ്സുകൾ എഴുതുന്ന മെറ്റീരിയൽസ് ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ് എടുക്കാൻ പഠിക്കുക എന്നുള്ളത് കേട്ടോ. മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന കാര്യത്തിൽ കാണിക്കണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണ്ടേ. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും നിങ്ങളുടെ പോരായ്മ ആയിട്ടല്ല പറയുന്നത്, നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പോരായ്മ കണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഇപ്പൊ ഈ മോണ്ടിസോറി ടെക്സ്റ്റ് മാത്രമല്ല, ബാക്കി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്സ്, സ്റ്റോറി ബുക്സുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. കുട്ടികളുടെ ടെക്സ്റ്റ് ആയാലും മതി, നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ, ഓരോ വായിച്ച് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വരും. വായിക്കുന്ന വേർഡ്സുകൾ, സെന്റൻസുകൾ, അല്ലെങ്കിൽ എവിടെയാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് സെന്റൻസ് അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഭാഗത്താണ് ഫോണറ്റിക്സിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും ഇംഗ്ലീഷിന്റെ കേട്ടോ. അത് ലാസ്റ്റ് കോഴ്സ് തീരുന്ന ഭാഗമുണ്ട്. അപ്പൊ കുറച്ചും കൂടി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ടാൽ പോലും ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മൾ പറയുന്ന പോലെയാണ്, പക്ഷെ നമ്മൾ പറയുന്ന പോലെയല്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം, അതിലെന്താണ് അവർ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറയും, അത് കേട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ആ ഒരു റീഡിംഗ് ടെൻഡൻസി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കരിയർ ആണിത്, ടീച്ചർ ആവാന്നുള്ളത്. ടീച്ചിങ്ങിന്റെ മെയിൻ റോൾ എന്താണ്? ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് അല്ലെ. ക്ലാസ് എടുക്കാൻ നന്നായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഇവിടെ എടുത്ത് കാണിച്ചു കൊടുക്കണം ക്ലാസ് കേട്ടോ. ഓക്കെ മിസ്. ജാപ്പാനീസ് ക്ലാസ് റൂം ഞാൻ പറഞ്ഞു തന്നല്ലേ? ജാപ്പാനീസ് ടൈപ്പ് ക്ലാസ് റൂമിന്റെ നോട്ട് തന്നല്ലേ? പറഞ്ഞു തന്നെയാണ്. ഓക്കെ, നമ്മൾ 5th ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു പോയിന്റ് വിട്ടുപോയി, അത് വിച്ച് പറഞ്ഞു എന്ന് തോന്നല്ലേ. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ താഴെ ഇരുന്ന് പഠിക്കാനാണ് മോണ്ടിസോറി പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് താഴെ ഇരുന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലോർ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മോണ്ടിസോറി? താഴെ ഇരുന്ന് ഫ്ലോറിൽ ഇരുന്ന് പഠിക്കാനായിട്ട് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്വതന്ത്രമായിട്ട് ഇരിക്കാനും ആക്ടിവിറ്റികൾ ചെയ്യാനും വേണ്ടി. അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള പോസ്റ്ററിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മള് ഫ്ലോറില് പറയുന്നത്. അവിടെ നമ്മള് ജസ്റ്റ് ഒരു തറയിലിരിക്കാനാണോ പറയുന്നത് കുട്ടികളോട്? അല്ല, അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? കാർപ്പറ്റ്സോ അല്ലെങ്കിൽ മാറ്റ്സ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ പരവതാനിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആരെങ്കിലും മുന്നിൽ ഇരുത്തേണ്ടത്. നിങ്ങൾക്ക് അറിയാം, ടീച്ചർ വെറുതെ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. പ്ലാറ്റ്ഫോം ബെഞ്ചസ് എന്ന് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ? നിങ്ങളുടെ പ്ലാറ്റ്ഫോം ബെഞ്ചുകള്, ചെറിയ ബെഞ്ചസുകള്, അതുപോലെ തന്നെ ക്വാർട്ടർ ബെഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്ലാറ്റ്ഫോം ബെഞ്ചസ് ആണ് നമ്മൾ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ക്വാർട്ടർ ബെഞ്ചുകളാണ് എന്തിനു ഉപയോഗിക്കുന്നത്? റൈറ്റിംഗ് പർപ്പസസ്, എഴുതാൻ വേണ്ടി ഉപയോഗിക്കും. KG സെക്ഷൻസിലെ ക്ലാസ്സുകൾ കണ്ടറിയാൻ പറ്റും അല്ലെ. ചെറിയ ബെഞ്ചും ഡെസ്കും കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി വലിയ ക്ലാസ് ആകുമ്പോൾ ഈ ക്വാർട്ടർ ബെഞ്ച് അവർ എന്ത് ചെയ്യും? ഇരിക്കാനായിട്ട് ഉപയോഗിക്കും അല്ലെ. അതേപോലെ തന്നെ ഹാഫ് ബെഞ്ച് റൈറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കും. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോൾ എന്താണ്? ഹാഫ് ബെഞ്ച് ഇരിക്കാനും ഫുൾ ബെഞ്ച് റൈറ്റിംഗ് പർപ്പസ്. നമ്മൾ കുറച്ചുകൂടി വലുതാവുന്ന അനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരുന്നത് കണ്ടോ. പിന്നെ ഹയർ ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫുൾ ബെഞ്ച് ഡെസ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ,
പിന്നെ അത് കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു ഇൻഡിവിജ്വൽ കോർപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ക്ലാസ് റൂമിൽ അത്ര ഫുൾ ബെഞ്ചസും ഡെസ്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാനത് വെച്ച് പറയുമെന്ന് ഒത്തു പറഞ്ഞില്ല. നമ്മളിവിടെ രണ്ട് ഷേപ്പിനെ പറ്റി പറയുന്നുണ്ട്, യു ഷേപ്പ് ഓർ ജി ഷേപ്പ്. ഈ ജി ഷേപ്പിൽ എങ്ങനെ നമ്മൾ ക്ലാസ് എത്തും ആലോചിക്കുക. നിങ്ങൾ ജി ഷേപ്പ് എങ്ങനെ ക്ലാസ് അറേഞ്ച് ചെയ്യും? ജി എങ്ങനെ ഇരിക്കുന്നേ? ഒരു റൗണ്ടും ഉണ്ടാവും, പിന്നെ ഒരു റൗണ്ടും ഉണ്ടാവും, പിന്നെ താഴേക്ക് ഒരു വാല് പോലെ ഇങ്ങനെ താഴെ ഇങ്ങനെ വാല് പോലെ കുട്ടികൾ എങ്ങനെ ഇരുത്തത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആൽഫബറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഷേപ്സിൽ, ഏതൊക്കെ ആൽഫബറ്റിക്സിൽ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഷേപ്സില്? സി കുഴപ്പമില്ല, സി ആണ് കറക്റ്റ് അല്ലെ? അപ്പൊ സെൻട്രൽ ആയിട്ട് വരും. സെന്ററിൽ ടീച്ചർ നിൽക്കോ? അതായത് പക്ഷെ സി അറേഞ്ച് ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് കുറവുണ്ടായിരിക്കണം കുട്ടികളുടെ അല്ലെ? അത് സി ഫോർമേഷൻ ചെയ്യാനായിട്ട് അധികം നമ്പർ ഓഫ് എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കുട്ടികളെ ആ ഒരു ഷേപ്പിൽ ഇരുത്താൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ സെന്ററിൽ ടീച്ചർ വരും. പിന്നെ വേറെ ഏതൊക്കെ ആൽഫബറ്റ്സ് ഉപയോഗിക്കാം? ഓ ഷേപ്പ്. ഓ ഷേപ്പ്. ടീച്ചർ എവിടെ നിൽക്കണോ? സെന്ററിൽ നിൽക്കാം. സെന്ററിൽ നിൽക്കാലോ മിസ്. സെന്ററിലേക്ക്. അപ്പൊ എല്ലാ പിന്നെ ഏതാണ്? ഡി ഷേപ്പ്. സെന്ററിൽ ടി ഷേപ്പിലെത്താം. പിന്നെ യു ഷേപ്പ്. യു ഷേപ്പ് നമ്മൾ പറഞ്ഞേ, യു ഷേപ്പിൽ എടുത്താൻ പറ്റും. പിന്നെ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട്. എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആൽഫബറ്റ്? എൻ ഷേപ്പ് പറ്റില്ല. എൽ ഷേപ്പ് പറ്റൂല മിസ്. ടി പറ്റോ? ടി വി ഷേപ്പ് മാം. ടി പറ്റും, വി പറ്റും, എസ് പറ്റും, ക്യൂ പറ്റോ? ഐ, സെറ്റ്, എക്സ്, ഏതൊക്കെ പറ്റും? അവരെ ഫേസ് ചെയ്തിരുത്തുവാണെങ്കിലും പറ്റും മിസ്. അവരിങ്ങനെ യെസ്, നമുക്ക് ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും ക്ലാസ്സിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഏത് ലെറ്റേഴ്സും യൂസ് ചെയ്യാം. അത് നമ്പർ ഓഫ് കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വേറൊരു ക്ലാസ് തന്നെ ആ ഒരു ഷേപ്പ് മൊത്തത്തിൽ മാറും. ഓക്കെ, യെസ്, അത് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനും പറ്റണമെന്നില്ല. പിന്നെ അതേപോലുള്ള കുട്ടികളായിരിക്കണം, അതേപോലെ ഒരു സ്കൂളായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഏത് ഷേപ്സിൽ നമുക്ക് ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ഇത് പറഞ്ഞായിരുന്നോ, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ക്ലാസ് റൂമിന് വേണ്ടതെന്ന്? ഇത് 100 ഫീറ്റ് കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ടീച്ചർ മൂവ്മെന്റിന് എത്ര സ്പേസ് വേണം? 40 സ്ക്വയർ ഫീറ്റ്. ഇത് കോമൺ ക്ലാസ് റൂം മാത്രമാണ് പറയുന്നത് കേട്ടോ. 40 സ്ക്വയർ ഫീറ്റ്. സ്റ്റുഡന്റ് മൂവ്മെന്റിനോ അതേ സെയിം 40 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ റാക്കുകൾ ഉണ്ടാവും. റാക്ക് കണ്ടിട്ടില്ലേ, ബുക്സുകൾ വയ്ക്കുന്ന? യെസ്, അതിന് വേണ്ടിയിട്ട് ഒരു 20 സ്ക്വയർ ഫീറ്റ്. അങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്. 100 സ്ക്വയർ ഫീറ്റ് എന്നുള്ളതെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻസിൽ അത് പറയുന്നത്. ഇപ്പൊ 40 സ്ക്വയർ ഫീറ്റ് എന്തിനാണ്? ടീച്ചർ സ്പേസിനും 40 സ്ക്വയർ ഫീറ്റ് സ്റ്റുഡൻസ് മൂവ്മെന്റ്സിനും 20 റാക്ക് സ്പേസിനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു ക്ലാസ് മുറി നമ്മൾ ആ ഒരു കാൽക്കുലേഷൻസിൽ അറേഞ്ച് ചെയ്യുന്നത്. യെസ്, 100 ആയോ? കംപ്ലീറ്റ് സ്ക്വയർ ഫീറ്റ് 100 ആയോ? 100 മിസ്സേ? 100 ഓക്കെ, ചോദിച്ചാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഇത് വെച്ചാണ് കേട്ടോ. യെസ്, അത് അത്രയേ ഉള്ളൂ. ബാക്കി സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഓക്കെ. പിന്നെ നിങ്ങൾ 5 അറേഞ്ച്മെന്റ്സും പഠിക്കണം കേട്ടോ. സോറി, 4 ഹൈറ്റ് ഓർഡറും ആൽഫബറ്റിക്സും റാങ്കിങ് മെത്തേഡ്സും പഠിക്കാം. ഓക്കെ, പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കാം. യെസ്, ഇപ്പോ മേ ബി എടുക്കാനുള്ള ടോപ്പിക്കും അർച്ചനയുടെ ടോപ്പിക് അവരോട് എടുക്കാൻ പറയുന്നത് അടുത്ത ക്ലാസ്സിലാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, നമ്മുടെ വൈവയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ ഞാൻ പഠിപ്പിക്കാത്തൊരു ബാച്ചിലെ കുട്ടീനെയാണ് വൈവ ചെയ്തത്. അതായത് PG ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരെയും വൈവ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ രണ്ടുപേരെ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നമ്മൾ പ്രാക്ടിക്കൽസ് കൂടാതെ, ഇവിടെ വന്ന് പ്രാക്ടിക്കൽസ് കൂടാതെ അല്ലാതെ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലെ? നോട്ട്സ് വിത്ത് സഹിതം തരുന്നുണ്ട്. എന്നിട്ടും അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാല്
ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ്. ഒരു പിങ്ക് ടവർ എന്താണ്, അല്ലെങ്കിൽ സാൻഡ് പേപ്പേഴ്സ് എന്താണ്, അതൊന്നും അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റിയർ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് 2-3 സെന്റൻസിലെങ്കിലും അതിനെപ്പറ്റി പറയാൻ അറിയാം. അല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് ഒരു അർത്ഥമില്ലാണ്ടായി പോകും. കാരണം മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാവരോടും പറയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നിരുന്നാൽ പോലും ഏതൊക്കെ അപ്പാരറ്റസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി ബ്രീഫ് ആയിട്ട് നിങ്ങൾ പഠിച്ചേ മതിയാവും. ഓക്കെ, അതായത് വൈവയുടെ സമയത്ത് നമ്മളത് ചോദിക്കും. ഇഷ്ടമുള്ള അപ്പാരറ്റൈസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ കാര്യങ്ങൾ, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കളർ, അതെങ്ങനെയാണ് കുട്ടികളോട് നമ്മൾ പഠിപ്പിക്കുന്നത്, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഏത് മെറ്റീരിയൽ അത്യാവശ്യം ഒരു 5-6 മെറ്റീരിയലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യ രീതിയിൽ പറയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഇതൊക്കെ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് കാരണം ഇതൊക്കെ കയറേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ്സുകൾ ചെയ്യും. അസൈൻമെന്റ് ചെയ്യുമ്പോൾ അതിന് ആ ചെയ്ത ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. 10 ടോപ്പിക്സ് എഴുതുന്ന 10 ടോപ്പിക് ഏതാണെന്ന് അതിനെ പറ്റി ചിലപ്പോൾ ചോദിക്കും. 5-ാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ ആ അസൈൻമെന്റിൽ ഏത് ടോപ്പിക്കാണ്, എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ ടോപ്പിക്കിനെ അറിയില്ല, ചെയ്തു അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യും അല്ലെ, സർവേ ചെയ്യുന്നുണ്ട് റിപ്പോർട്ട്. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഇനി റിയൽ ആയിട്ട് ചെയ്തവർ, വെറുതെ കാട്ടിക്കൂട്ടി എഴുതിയവർക്ക് എന്ത് നുണയും വേണ്ടി ചിലപ്പോൾ പറയാൻ പറ്റും. പക്ഷെ എന്താണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, സർവേ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്ര ആൾക്കാരുടെ ഇടയിൽ ആ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, പിന്നെ വേറെ ഒരു ബേസിക് കാര്യം പറയാന്ന് വെച്ചാല്, വേറെ എല്ലാവരോടും കൂടി പറയണം കേട്ടോ, ആരെയും ഇതാക്കി പറയുന്നില്ല. നമ്മുടെ ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ അറിയണം കേട്ടോ. ബാക്കിൽ ഒരു ക്യാമറ ഉണ്ട് അല്ലെ, ഇത് ഓൺ ചെയ്യാൻ പല കുട്ടികൾക്കും അറിയില്ല. അത് ആ സമയത്ത് കിടന്ന് ഫ്രണ്ടിൽ തിരിക്കുന്നു, ബാക്കിൽ തിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത് വെപ്രാളമാണ്. കുറച്ച് സമയത്താണ് നമ്മൾ ആ സ്ലോട്ട് കിട്ടുന്നത്. ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുടെ സമയം പോവും, ബാക്കിയുള്ളവരുടെ സമയം പോവും. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. PG ആയതുകൊണ്ട് തന്നെ സെമിനാർ പ്രസന്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, അറിയാത്തവരോട് ഞാൻ പറയാണ്, ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ ആരെങ്കിലും അറിവുള്ള ആൾക്കാരോട് ചോദിക്കാം കേട്ടോ. യെസ്, പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ അന്ന് തയ്യാറാക്കിയ എല്ലാ മെറ്റീരിയൽസും ഞാൻ വേറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ അന്ന് പ്രിപ്പയർഡ് ആക്കി റെഡി ആക്കി വെക്കുക. ഏത് റൂമാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. റെക്കോർഡ്സുകൾ 5 നിങ്ങളുടെ കംപ്ലീറ്റ് ആക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. മാക്സിമം സ്കോർ ചെയ്യണമെങ്കിൽ 5 റെക്കോർഡ്സും കംപ്ലീറ്റ് ആക്കണം. ടീച്ചർ 5 ഫോട്ടോ ഞാൻ ഒട്ടിച്ചിട്ടില്ല, ബാക്കിയുള്ള വരച്ചിട്ടില്ല, എഴുതിയിട്ടില്ല എന്നൊന്നും ആ സമയത്ത് പറയരുത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ്, അപ്പാരറ്റസിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഇല്ലെങ്കിൽ നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പാരറ്റസിനെ പറ്റി പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, പിങ്ക് ടവറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ അത് പിങ്ക് ടവർ എന്താണെന്ന് കുട്ടി ചോദിക്കുക. MT9 ഒരു കുട്ടിയാണ്, MT9 പിങ്ക് ടവറോ അതറിയില്ല. പിന്നെ നമ്മൾ അവിടെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് പറയാൻ പറ്റില്ല. അവന് അറിയാവുന്ന വ്യക്തി ചോദിച്ചിട്ട് വേറെ എന്തോ പറഞ്ഞോള്, സൗണ്ട് സിലിണ്ടേഴ്സോ അങ്ങനെ എന്തോ പറഞ്ഞു. അതെന്താന്ന് പോലും അറിയില്ല. പക്ഷെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതെ കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന വെച്ചപ്പോ കുറച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ അവർക്ക് തൊട്ടും കണ്ടൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഔട്ട്പുട്ട് തന്നാലേ ഞങ്ങൾക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ പ്രസന്റ് ചെയ്ത് വൈകിട്ട് കയറി ഇരുന്ന ആ സമയം കളയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സെമിനാർ എടുക്കുന്ന കാര്യത്തില് നിങ്ങൾ എന്താണ് എടുക്കാൻ പോണത് നിങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർഡ് ആവും. ഏത് ടോപ്പിക് ആണെങ്കിലും 2-3 മിനിറ്റിനുള്ളിൽ അത് പറഞ്ഞു തീർക്കാൻ പ്രിപ്പയർഡ് ആകാം. കാണാതെ പഠിച്ചു പറയാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക, എഴുതി വെച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളൂ. പക്ഷെ എഴുതി വെച്ചത് ഇങ്ങനെ നോക്കി വായിച്ച് സെമിനാർ പ്രസന്റേഷൻ ആവില്ല. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ വൈവയിൽ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ. ഇത് വൈവ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വരാൻ പാടില്ല. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്താ പറയാ, റെക്കോർഡ്സ് ഒക്കെ എവിടം വരെ ആയിരുന്നു, അത്യാവശ്യം തീരാറായെന്ന് വിചാരിക്കുന്നു. എവിടം വരെ ആയിട്ടുണ്ട്? 4th റെക്കോർഡ് 4th കഴിഞ്ഞു മിസ്, 5th തന്നിട്ടില്ല ചാൻസ്. 5th സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പാരസ്റ്റ് റെക്കോർഡ്സ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ റേഞ്ച് ഉള്ളിടത്ത് ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടായിരുന്നു, റേഞ്ച് ഇല്ലാത്തടത്ത് പോയിരുന്നിട്ട് നമുക്കൊന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് കാണാൻ കേൾക്കുകയും ചെയ്താൽ ഇവിടെ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്ലോട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം, നിങ്ങളുടെ സമയമാണ് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങള് വൈവേന അത്ര സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കാം. ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കും.
മിസ്സേ ഞാനിപ്പോ കേറിയതേ ഉള്ളേ മിസ്സേ. ഡേറ്റ് ആയോ മിസ്സേ വൈവയുടെയൊക്കെ? ഇല്ലില്ല പറ്റില്ല. ഇന്ന് എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മിസ്സേ. അപ്പൊ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോ വന്ന് പെട്ടെന്ന് കേറിയതാ ക്ലാസ്സിലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ടെൻഷൻ, കാരണം ഇനി എനിക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ദൈവമേ എല്ലാരും രക്ഷപ്പെട്ടല്ല, ഞാൻ മാത്രം. മിസ്സേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്സേ. നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് അവിടുത്തെ ആനുവൽ ഡേയും കൂടി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്ലോസ് ചെയ്തു ക്ലാസ് എല്ലാം. അപ്പൊ അവരുടെ പേരൻസും എല്ലാം വന്നു. അവരുടെ ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, നമ്മൾ മിസ് ആവാൻ പോകുന്നതാണല്ലോ, എന്നാലും പക്ഷെ അവരൊക്കെ ഇനിയിപ്പോ ഞാൻ യാത്ര പറഞ്ഞു കുഞ്ഞുങ്ങളോട്. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ മിസ് ഇനി വരില്ലേ, അടുത്ത പ്രാവശ്യം ഞങ്ങളെ പഠിപ്പിക്കില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത്. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്സേ. ഒരു ടീച്ചർ എന്നുള്ള ഒരു പദവി ഉണ്ടല്ലോ, അതൊരു വലിയ പദവി തന്നെയാണ് കേട്ടോ. അവര് വിളിക്കുമ്പോഴും എവിടെ വഴി കൂടെ പോയാലും. എന്താ മിസ്സേ? ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് മിസ്സേ. എനിക്ക് UKG എയും ബിയും ഡിവിഷനും പിന്നെ ഒരു LKG A ബാച്ചും, ഈ 3 ഉള്ളൂ അവിടെ. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് ചെയ്തത്. അപ്പോ എനിക്ക് LKGക്ക് 2 ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഞാൻ ആക്ഷൻ സോങ്ങും പിന്നെ നമ്മൾ ABCD ചെയ്തായിരുന്നല്ലോ, അതുമായിരുന്നു അവരെ കാണിച്ചത്, നമ്പേഴ്സും. പക്ഷെ UKGയിൽ എനിക്ക് കുറെ സമയം കിട്ടി. ഞാൻ കുറെ കാര്യങ്ങൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു, പിന്നെ ആക്ഷൻ സോങ്സ്, പിന്നെ നമ്മുടെ പ്ലാന്റ്സിന്റെ ബോഡി പാർട്സ് ഉണ്ട്, പ്ലാന്റ്സിന്റെ പാർട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതെല്ലാം ചെയ്ത ആക്ടിവിറ്റീസും അതെല്ലാം ചെയ്ത് കളറിങ്, പിന്നെ വരച്ചിടും. അപ്പം ബോർഡിൽ എന്നും ചെന്ന് വരച്ചിടുമ്പോ പറയും മിസ് എന്നും വന്ന് എനിക്ക് വരച്ചു തരണമെന്ന് പറയാം. ഒരു ബുക്കുമായിട്ട് വരും. അങ്ങനെ ഭയങ്കര നല്ല ഇതായിട്ട് എല്ലാം ചെയ്ത് എനിക്ക് വളരെ ഇന്ററാക്ഷൻ നല്ല ചില സമയങ്ങളിൽ എനിക്ക് വീട്ടുകാർ പോലും അവരെ ശ്രദ്ധിക്കാത്ത ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്കൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ അവരെ വിളിച്ചു നിർത്തി അടുത്തിരുത്തി നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോ അവര് അവിടെ പറയാത്ത ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതങ്ങനെ അവിടുത്തെ മിസ്സുമാരോട് പറയും, മിസ് ഇങ്ങനെ വന്ന് പറയുന്ന കുഞ്ഞുങ്ങള് അത്, അപ്പം അത്രയ്ക്ക് നല്ല അടുപ്പം ആയതുകൊണ്ടായിരിക്കും എന്നോട് പറയുന്നത്. പിന്നെ ഒരു വയ്യാത്ത കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിലെ UKGയിലെ കാശിനാഥ്. അത് ഞാൻ ചെന്നപ്പം നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നല്ല ഡിസബിലിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ. പക്ഷെ അതൊക്കെ എനിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പൊ ഞാനിതിങ്ങനെ ആ മിസ്സിനോട്, നമ്മുടെ ക്ലാസ്സിലെ മിസ്സിനോട് ചോദിച്ചു, മിസ്സേ ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആണ് അവന്, പക്ഷെ അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ പെട്ടെന്ന് മാറാനും പറ്റും. പക്ഷെ അപ്പം അവിടുത്തെ മിസ് പറഞ്ഞ പേരൻസ് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ കുഞ്ഞിന് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടെന്ന് പേരൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മിസ്സേ ഞാൻ സംസാരിക്കണം ആ പേരന്റിന്റെ അടുത്ത്, കാരണം നമ്മൾ ഇപ്പോഴേ ട്രീറ്റ് ചെയ്താൽ അത് നല്ലതാവും. കാരണം UKGയിലാണ് ആ കുട്ടി. അപ്പൊ അവനെ ഇപ്പോഴേ ട്രീറ്റ് ചെയ്താൽ അവൻ ബെറ്റർ ആവുമെന്ന് എനിക്ക് തന്നെ ബോധ്യമായി. അപ്പൊ പറയുന്നില്ല, നമ്മളത് പറയാൻ പറ്റത്തില്ല, അത് ഇങ്ങോട്ട് ആ പേരന്റ്, അതായത് അതിന്റെ അമ്മയാണ്. അതിനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ മിസ്സേ ഞാനങ്ങ് പറയാം, അതിനെ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു വിടണമല്ലോ, ദിവസവും രാവിലെ അങ്ങ് വിടണം, അങ്ങനെ ഒരു രീതിയിലാണ്. ഒരു കാര്യത്തിലും അതിനെ ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല, അങ്ങനെയുള്ള അത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ട് ചെയ്തു. നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയല്ലേ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കല്ലേ അവർക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ തിരക്കേണ്ടത്. അവനെ നമ്മൾ ഒരു തവണ ഞാൻ അവനെ അടുത്ത് വിളിച്ച്, നമ്മൾ എല്ലാവരുമായിട്ട് അടുത്ത് വിളിച്ച് സംസാരിക്കും ഞാൻ കുഞ്ഞുങ്ങളടുത്ത്. അപ്പൊ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോ ഇവൻ നമ്മുടെ മുഖത്ത് നോക്കൂല, ഇവന്റെ കണ്ണിങ്ങനെ മാറി നിന്നിട്ട് ഇവൻ സംസാരിക്കുന്നത് വേറെ കാര്യങ്ങളാ. അങ്ങനെയാണ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്, ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ അതിന്റെ അമ്മ, അപ്പൊ എത്രയ്ക്കായാലും അമ്മയ്ക്ക് അറിയാൻ പറ്റത്തില്ലേ അത് എങ്ങനെയായിരിക്കും. പക്ഷെ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നാ പറയുന്നത്. ആ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ററാക്ഷൻ വളരെ നല്ല എല്ലാരും. പിന്നെ മിസ്സുമാരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതിന് നല്ല ഒരു HM സഹിതം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മിസ് അവിടെ. ഒരിക്കലും ഗോപിക്ക് ഒരു ബേർഡൻ ആയിട്ട് തോന്നിയില്ലല്ലോ ഇത്രയും ദിവസത്തെ ക്ലാസ്സുകളും? എന്തോ ഇല്ല ഒന്നും തോന്നിയിട്ടില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മിസ്. പക്ഷെ എനിക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മള് പിന്നെ എനിക്ക്
വേറൊരു കാര്യമുണ്ട് മിസ്സേ, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഇവിടെ എല്ലാരും പറയും നമ്മള് ഈ അവിടെ വരുമ്പോ ചേച്ചി ഡാൻസ് കളിക്കണം. എനിക്ക് അറിയത്തില്ല മിസ്സേ, എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു. ഇന്ന് അവരുടെ ആനുവൽ ഡേ ആയിരുന്നു. 5 പ്രോഗ്രാമിന് അവരെ കൊണ്ട് ഞാൻ പങ്കെടുപ്പിച്ചു. അതിൽ കുറെ ഡെഡിക്കേഷൻ എന്റെയും കൂടെ ഉണ്ട്. എനിക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഒരു ആനുവൽ ഡേ വന്നാ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അവരുടെ പേരൻസിന്റെ അടുത്ത് നമ്മൾ അത് എന്ത് പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട് മിസ്സേ. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നമ്മൾ പല കഴിവുകളും കാണാത്ത എന്ന് പറയാറില്ലേ. ഡാൻസ് കളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, നമ്മൾ അതിന് ഒരു അവസരം കിട്ടാറില്ല, ചെയ്യാറില്ല. അവസരം കിട്ടിയപ്പോ തന്നെ സത്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിസ്സേ എന്റെ മോനെ ഞാൻ ഇന്ന് കൊണ്ടുപോയിരുന്നു. അപ്പൊ അവൻ പറയുന്ന അമ്മക്ക് ഡാൻസ് അറിയാമോ? സത്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിസ്സേ. കാരണം വേറൊന്നുമല്ല, എന്നെ കുഞ്ഞിലെ തന്നെ ഈ ഡാൻസ് കളിപ്പിക്കത്തില്ലായിരുന്നു, സൈക്കിള് ചവിട്ടിക്കത്തില്ലായിരുന്നു. അത് കാരണം അത് വേറൊന്നുമല്ല, എനിക്ക് ജനിച്ചപ്പോഴേ ഒരു ഹാർട്ടിന് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. നമ്മുടെ മസ്കുലർ റിയസ്മി എന്ന് പറയും. നമ്മുടെ വാൾവിന് ഒരു ഹോൾ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രീചിത്രയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു കുഞ്ഞിലെ 3 വയസ്സ് മുതൽ. അപ്പോ അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓടരുത്, ചാടരുത്, സ്റ്റെപ്പ് കയറരുത്, കൂടുതൽ ചിരിക്കരുത്, കരയരുത്. ഈ ഒരു മെത്തേഡിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ എന്നെ സൈക്കിൾ ചവിട്ടാൻ വിട്ടിട്ടില്ല, എന്നെ ഡാൻസ് കളിപ്പിച്ചിട്ടില്ല. എല്ലാ സ്കൂളുകളിലും എനിക്ക് താഴത്തെ മേൽ സ്റ്റെപ്പ് കയറാൻ പറഞ്ഞുകൊണ്ട് താഴത്തെ ക്ലാസ് റൂം ആയിരിക്കും എന്നെ ഉദ്ദേശിച്ച് തരുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വളർന്നു വന്നിട്ട് ഇപ്പോഴാണ് സത്യമായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, ഞാൻ പാട്ട് പാടാറുണ്ട്. ഞാൻ ഈ മോണ്ടിസോറി ക്ലാസ്സിൽ വന്നിട്ട് എന്തൊക്കെ ഇവരെടുത്ത് ചോദിച്ചാൽ മതി, എനിക്ക് ഭയങ്കര സന്തോഷം. സത്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സത്യം. ഞാൻ പാട്ട് പാടും, ഞാൻ മിസ് പറയത്തില്ലേ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടുന്നാണ്. അതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയത്. ഇവരെല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്. ചേച്ചി അങ്ങനെ ചെയ്യരുത്, അതൊക്കെ പോട്ട് ചേച്ചി, നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇരിക്കരുത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മിസ്. പക്ഷെ ഇവിടുന്ന് ഇനി ഈ 3 മാസത്തിനുള്ളിൽ ഇറങ്ങുമ്പോ ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കളയല്ലേ. കാരണം എന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ്. PSC എന്ന് പറഞ്ഞ് കുറെ നാൾ കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് എവിടെയും കിട്ടിയില്ല. പിന്നെ വീട്ടിൽ എപ്പോഴും ഈ മിസ് പറയുന്ന കണക്കെങ്കിൽ കുറ്റപ്പെടുത്തലും, ഒന്നിനും കൊള്ളത്തില്ല, ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ തുറന്നു പറയാണ്. അപ്പോ എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ PSC ഫ്രണ്ട്സിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചത്, PSCയുടെ. അപ്പൊ അവര് നല്ല ഒരു ബലമുണ്ട്. ഈ എന്റെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് എന്റെ ക്ലാസ്സിൽ. അവരിൽ നിന്നുള്ളൊരു ബലമുണ്ട്. അവിടുന്ന് ഒരു കുട്ടി തന്നെയാണ് സ്മാർട്ട് ഫ്രീ എന്ന് പറയുന്ന ലിങ്ക് എനിക്ക്. ചേച്ചി വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി മോണ്ടിസോറി, ചേച്ചി എങ്ങും പോയി പഠിക്കണ്ട, ഇവിടെ ഇരുന്ന് പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കിട്ടിയ ലിങ്കാ ഇത്. തൃശ്ശൂര് ആഷ്ന എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അവളെ ഞാൻ പഠിപ്പിച്ചതാ. അപ്പൊ അവള് തന്നതാണ്. ഇതിൽ കയറിയപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് വരയ്ക്കൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഈ വരയ്ക്കുമ്പോൾ ഓരോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ നല്ല ആസ്വദിച്ചാണ് ചെയ്യുന്നത് ഓരോ റെക്കോർഡും. അത് ഇവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അനുമോളടുത്ത് ജയശ്രീ അടുത്തൊക്കെ ചോദിച്ചാൽ മതി, ഞാൻ എഴുതുന്നത് അവർക്ക് ഇട്ടുകൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സാർ. എന്റെ ഇന്റേൺഷിപ്പും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇനി എങ്ങനെയെങ്കിലും പാസ് എന്താ മിസ്സേ? സ്കൂളിന്റെ പേരെന്താണ്? എന്റെ സ്കൂള് ഗവൺമെന്റ് GHSS വള്ളിക്കീഴ്, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. നല്ല സ്കൂള്, നല്ല അറ്റ്മോസ്ഫിയർ. അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു, ടീച്ചർ എന്ന നിലയിൽ ഞാൻ പ്രൗഡോ, എനിക്ക് ഭയങ്കര അഭിമാനമായിട്ടുണ്ട് മിസ്സേ. ടീച്ചർ എന്ന് പറയുന്ന ആ വിളിയാണ് എനിക്കിപ്പോ എനിക്കൊരു അഭിമാനമാണ്. അത് ഇപ്പൊ LKG UKG സ്റ്റുഡൻസ് മാത്രമല്ല, ഞാൻ ഈ 22 ദിവസം പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങ് +2 വരെയുള്ള കുട്ടികൾ എന്നെ ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ടീച്ചറെ എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഉള്ള ഒരു മൂവ്മെന്റ്, അത് എനിക്കൊരു എന്തോ സത്യം പറയാലോ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ആ ടീച്ചർ എന്നുള്ള ഒരു വിളി ഈ 22 ദിവസത്തിൽ എനിക്ക് കിട്ടിയതാ. അല്ല, ഞാൻ അന്നേരം ഇതിനെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കാണുമായിരിക്കും ചിലപ്പോ, വേറെ എന്തെങ്കിലും പറയാനൊക്കെ ഞാൻ മിസ്സിന്റെ അടുത്ത് പറയാം. പക്ഷെ എനിക്ക് നല്ല സന്തോഷമാണ് മിസ്സേ.
ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പോകുമ്പോ പലർക്കും പല അനുഭവങ്ങളായിരിക്കും. ചിലർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടാവും, പോസിറ്റീവ് ആയിട്ടുണ്ടാവും. ചിലർക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ടും മിക്സ്ഡ് ആയിട്ടുണ്ടാവും. ദിനാ മിസ് റോൾ പ്ലേ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ കഴിവ് മനസ്സിലാക്കിയത് ഗോപി ചേച്ചി. അതെ അതെ റോൾ പ്ലേയിലൂടെയാണ് കാല് വെപ്പ് ആദ്യത്തെ. അതിന് എന്നെ ഇതിലാണ് ചേർത്തത്. എനിക്ക് ഇവരെ ഒന്നും മറക്കാൻ പറ്റില്ല. അനുമോള്, ലുദിയ, ജയശ്രീ, ഐശ്വര്യ, കുറെ പേരുണ്ട് ഇതിനകത്ത്. എനിക്ക് ഇവരെ ആരെയും, നികിത മറക്കാൻ പറ്റില്ല മിസ്സേ. ഞാൻ ഐശ്വര്യ നാട്ടിലെത്തി. എന്താ മിസ്സേ? ഐശ്വര്യ നാട്ടിലെത്തിയൊന്നു. എത്തി. ഇപ്പൊ മൂകാംബികയിലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ മൂകാംബിക ദർശനമാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ടുണ്ട് മിസ്, ഒരു ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം വന്നിട്ട് വരണം. നിങ്ങള് ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരെല്ലാവരും അനു വന്ന് പറഞ്ഞു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം കേട്ടോ, എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണമല്ലോ. പിന്നെ ഇനിയിപ്പോ രമ്യ ഉണ്ടല്ലോ, രമ്യന്റെ ജയശ്രീ ഉണ്ട്, പിന്നെ ആരൊക്കെ പോയിരിക്കുന്നത്? പിന്നെ അർച്ചന ഇപ്പൊ പോയിട്ടുണ്ട്. അർച്ചന ഉണ്ട്, താജുനിസ ഉണ്ട്, രശ്മി ഉണ്ട്. ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. കഴിഞ്ഞു താജുനിസ. ഓക്കേടാ. ഞാൻ 10 ദിവസം. 10 ദിവസം എങ്ങനെയുണ്ടായിരുന്നു? പറയാ, എക്സ്പീരിയൻസ് പറയാ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികള് 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ വെള്ളമടിച്ചു കഴിഞ്ഞപ്പോ ഉമ്മ ഒക്കെ തന്നിട്ടാ LKG കുട്ടികള് വീട്ടിലേക്ക് പോയത്. നല്ല എക്സ്പീരിയൻസ്. ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റും നന്നായിട്ട്. ഞാൻ ഇതിന്റെ മുന്നേ വർക്ക് ചെയ്തോണ്ട് പിന്നെ ആ ബുദ്ധിമുട്ടില്ലേ. എക്സ്പീരിയൻസ് ഉള്ള പ്രശ്നമുള്ളവർ എല്ലാവർക്കും മാത്രമേ ഒരു ഏത് സ്കൂളിലായിരുന്നു? ഇവിടെ SN വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് കൊല്ലം കരുനാഗപ്പള്ളി. അപ്പൊ രണ്ടുപേരും കൊല്ലത്താണോ ഗോപികെ? അതെ, കരുനാഗപ്പള്ളി എനിക്ക് 23 കിലോമീറ്റർ ഉണ്ട്. ഞാൻ താജുനിസയുടെ പറഞ്ഞു വരുമ്പോ ഞാൻ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് കയറാം, താജുനിസ കരുനാഗപ്പള്ളിയിൽ നിന്ന് കയറിയാൽ മതി, നമുക്ക് ഒരുമിച്ച് പോകാം, തിരിച്ചു വരാം. പിന്നെ ഒരാളും കൂടി ഉണ്ട് മിസ്സേ കൊട്ടാരക്കര, ബിൻസി ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. ഞാൻ അവിടെയും പറഞ്ഞു, ബിൻസിയെടുത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് വരാന്നുള്ള തീരുമാനം. ഒരുമിച്ച് വന്നാ മതി കേട്ടോ. തലേദിവസം പോരെ? ചെറുതാ. ഓക്കെയാണ് മിസ്സേ, എത്ര പേരെ വേണേലും നമ്മള് ഉൾക്കൊള്ളാൻ വേണ്ടി ചേച്ചി അവിടെ റെഡിയാണ്. ചേച്ചി പിന്നെ നല്ല സന്തോഷം. കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ടും നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയാലാണ് തന്നെ വലിയ ഭാഗ്യം. അത് നിങ്ങളൊരു ബ്രേക്സ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ വിചാരിക്കുക കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ദൈവത്തിനോടാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നത്. വെറുതെ ഒന്നും നല്ല സ്കൂൾ അനുഭവങ്ങളൊന്നും ലഭിക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മളിൽ മാറ്റുന്നുണ്ട്. മിസ്സേ, നമുക്ക് ഈ ലെസൺ പ്ലാൻ നമ്മളെ കൈവെക്കും നിർബന്ധമില്ലല്ലോ. അത് എല്ലാ സ്കൂളുകളും എടുക്കുന്നില്ല, ചില സ്കൂളിൽ മാത്രമാണ് നിർബന്ധം. ലെസൺ പ്ലാൻ ആണ് ക്ലാസ് എടുക്കുന്നത്. എനിക്കില്ലായിരുന്നു മിസ്സേ, ലെസൺ പ്ലാൻ ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എഴുതുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടി നമ്മൾ എടുക്കുന്ന കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒബ്സർവേഷൻ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അത് എല്ലാ സ്കൂളും പ്രിഫർ ചെയ്യുന്നില്ല അല്ല, ചില സ്കൂളിൽ നിർബന്ധമാണ് ലെസൺ പ്ലാൻ എഴുതിയിട്ട് ക്ലാസ് എടുക്കാൻ പറയുള്ളൂ. ഓക്കെ, അത് ഓരോ സ്കൂളിന്റെ പ്രത്യേകതയാണ്. അതല്ല, നമ്മളെ എക്സാമിന് വൈവൊന്നും ആവശ്യമില്ലല്ലോ. എക്സാമിന് നമ്മളെ ഈ മോണ്ടിസോറി എക്സാമിന് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇല്ല, പ്രാക്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ലക്ഷ്യത്തിന് പോകുമ്പോൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങള് പ്രാക്ടിക്കലിന് വരുമ്പോ തന്നെ മിസ്സേ, പ്രാക്ടിക്കലിന് വരുമ്പോ തന്നെ വൈകം കൂടി അറ്റൻഡ് ചെയ്യാൻ നോക്കൊണ്ടാണ് ഇരിക്കുന്നത് മിസ്സേ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അത് ടീച്ചറിനോടൊന്ന് ചോദിച്ചേട്ടോ. എല്ലാവരും ചെയ്യാറില്ല, പറ്റുന്നവര്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതല്ലേ, റെക്കോർഡ്സ് ആണെങ്കിൽ കൊണ്ടുവന്ന് സൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി മെറ്റീരിയൽസ് ഒക്കെ വീഡിയോ എടുത്ത് കൊണ്ടുവരാം. ടീച്ചറോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻസ് വരും എന്തായാലും കേട്ടോ. അപ്പൊ 14 കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. കോൺവൊക്കേഷൻ വരെ നമ്മൾ ഈ മാസം അടുത്ത മാസം അവസാനമാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ മാസം ഒന്നും കോൺവൊക്കേഷൻ ഇല്ല, എക്സാമുകളുടെ ഒരു മേളമാണ് ഈ ഒരു. ഞങ്ങൾക്ക് വേറെ മോണ്ടിസോറി ഇല്ലാതെ PG അതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ 5-4 മൊഡ്യൂൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾസിന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. അതിന്റെയൊക്കെ ഒരു ഓട്ടത്തിലാണ്. അപ്പൊ നിങ്ങളുടെ
കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് നിങ്ങളുടെ ഒരു വരുള്ളൂ. ഡേറ്റ് പറയും കേട്ടോ എപ്പോഴാണെന്നുള്ളത്. വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യും കേട്ടോ. ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ഉണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ ഡേറ്റ് നിങ്ങൾ നേരത്തെ അറിയിക്കും. അപ്പൊ വന്ന് അറ്റൻഡ് ചെയ്യാം. യെസ്. ഈ പാർട്ട് 4 ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഗോപിക. അത് നമ്മളെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് പറ്റിയിട്ട്. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ശരിക്കും ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ടാണ് മിക്ക കുട്ടികളും പോവാറ് ഇന്റേൺഷിപ്പ്. അപ്പൊ അതിനു മുൻപ് പഠിച്ച ആള് പോയി അവിടെ പോയി തകർത്ത് വന്നു. ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് പോന്നു. ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, 7ാമത്തെ ചാപ്റ്ററിൽ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നോക്കുന്നത് ടൈം ടേബിൾ അല്ല എടുത്തിരുന്നത്. ടൈം ടേബിളിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞിരുന്നു. നമ്മുടെ സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ടൈം ടേബിൾ അല്ലെ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയവരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ടൈം ടേബിൾ കണ്ടില്ലേ? സ്കൂളിൽ എങ്ങനെയാണ് ടൈം ടേബിൾ വരുന്നത്? ഏതൊക്കെ പീരീഡ് ഏതൊക്കെ സമയത്ത് ബെല്ലടിക്കും, ഏതൊക്കെ സമയത്ത് ക്ലാസ്സിൽ കയറണം, എപ്പോഴാണ് ലഞ്ച് ബ്രേക്ക്, ബ്രേക്ക് ടൈം ഒക്കെ. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമ്മൾ പോകുന്നത് ഈ ഒരു ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? ഓരോ സ്കൂളിൽ വ്യത്യസ്ത ടൈം ടേബിൾ ആയിരിക്കാം. ചില സ്കൂളുകൾ ഉച്ച വരെയൊക്കെയുള്ള സ്കൂളുകൾ, 2:50, 3 മണി വരെയൊക്കെയുള്ള സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ അതിനനുസരിച്ച് വ്യത്യാസം വരും. സ്റ്റാർട്ടിങ് ടൈം നേരത്തെ ആയിരിക്കും ചിലപ്പോൾ. നിങ്ങൾക്കൊക്കെ എപ്പോഴായിരുന്നു സമയം രാവിലെ? ഇവിടെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 8:40 ഇവിടെ ചെല്ലണം. അതെ മിസ്സേ, എനിക്കും 8:45 ചെല്ലണം. പക്ഷെ 9:30 അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗോപി ഒന്ന് ക്യാമറ ഓൺ ചെയ്തോ. ക്യാമറ ഓഫ് ചെയ്ത കളിക്കും. ഒരു ടീച്ചറിനൊന്ന് കണ്ടേ. ഒരു മാറ്റം വന്നാൽ നോക്കിയതാ. ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും മാറ്റം വന്നാൽ ഒരു മാറ്റമില്ല. ക്യാമറ ഓണാക്കാത്തെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഭയങ്കര കോൺഫിഡന്റ് ആയി. കോൺഫിഡൻസ് ഉണ്ട് മിസ്സേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്ലൂമി ആയിട്ടിരുന്ന എനിക്ക് കിട്ടിയ ഒരു ലോട്ടറി ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ മോണ്ടിസോറി കോഴ്സ്. എനിക്കിന്നില്ലടാ, ബോർഡ് എക്സാം കാരണം ഇല്ല. അതുകൊണ്ടൊരു റെസ്റ്റ് കിട്ടി. 4 ദിവസത്തേക്ക് എന്താന്നൊക്കെ ഭഗവാനൊന്ന് കരയുന്നുണ്ട്. ലീവ് കിട്ടിയില്ലേ ഞാൻ പെട്ടുപോയിന്ന്. മിസ് ഞാൻ 22 ദിവസം അല്ല നിന്ന്, ഞാൻ 22 ദിവസത്തിൽ കൂടുതൽ നിന്ന്. ഈ ഒരാഴ്ച എനിക്ക് പോകണ്ടായിരുന്നു. പക്ഷെ മിസ്സുമാര് പറഞ്ഞു ഈ ഒരാഴ്ചയും കൂടി വാ, നമ്മളുടെ ആനുവൽ ഡേ അല്ലേ, എന്തായാലും നമുക്ക് തകർത്തിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്നും കൂടി നിന്നിട്ട് പോരുതയാ. ഇന്ന് ഈ ഒരാഴ്ച എനിക്ക് പോകണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞായിരുന്നു. അങ്ങനെ നല്ല കാര്യം. സ്കൂളിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? ഗിഫ്റ്റ് ഇല്ലായിരുന്നു. ഗിഫ്റ്റ് അല്ല മിസ്സേ, എനിക്ക് അവര് കുറച്ച് എന്തുവാ സ്നാക്സിന്റെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരു പാക്കറ്റ് എനിക്ക് തന്നു ഇന്ന്. ഒരു പാക്കറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് മിസ് ഇടയ്ക്ക്. പെൻസിലൊക്കെ ബർത്ത്ഡേ അങ്ങനെ കിട്ടി. മിസ്സുമാരെ നല്ല മിസ്സുമാരാട്ടോ. മൊത്തം 5 പേരാണ്. 5 പേരും എന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. എന്താന്നറിയത്തില്ല, കോണ്ടാക്ട് കളയല്ലേ, കോണ്ടാക്ട് എന്നെ സേവ് ചെയ്തേക്കുന്ന ഗോപിക മോൾ എന്നൊക്കെ പറഞ്ഞ ഓരോ മിസ്സുമാരെ സേവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല. ഇതേപോലെ വന്ന വേറെ സ്റ്റുഡൻസിനെ കണ്ടിട്ടില്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറയും. ടീച്ചറെ അവിടെ അങ്ങനെ ബിഹേവ് ചെയ്തു, അങ്ങനെ പെരുമാറി, കുട്ടികളെ ഭയങ്കര ശല്യമായിരുന്നു, എനിക്കൊന്നും പറ്റുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാണ് അനുഭവങ്ങൾ വരാറ്. ചിലവര് നന്നായിട്ട് തിരിച്ചു വരുമ്പോ എല്ലാരും തലവേദനയായിട്ടായിരിക്കും വരിക. ഇല്ല നമ്മള് ഇവർക്കൊരു പീരീഡ് ഉള്ളൂ. എനിക്ക് രാവിലെ അവർക്ക് രാവിലെ ഫുള്ള് അവർക്ക് എഴുത്താണ്. അവരെ നമ്മൾ പഠിപ്പിക്കുകയാണ്, എഴുതി പഠിപ്പിക്കുകയാണ്. അതായത് UKG ആയതുകൊണ്ട് എല്ലാം എഴുതിപ്പിക്കും. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ തരും. ആ 2 ക്ലാസ്സും എനിക്കിങ്ങനെ തരുവാ. അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം, അത് ഞാൻ എന്തൊക്കെ അതിനകത്ത് ചെയ്യാവോ അതെല്ലാം എനിക്ക് അവിടെ കൊടുക്കാം.
അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം അവിടെ ഇത് Feel free ചെയ്യണ്ടേ. ആയ classroom കിട്ടി. അതാണ് അല്ലേ? Feel free ആയ ഒരു ക്ലാസ് റൂംസ് കിട്ടി. അപ്പൊ നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ അതാണ് അപ്പൊ കോൺഫിഡൻസ്. എനിക്ക് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ഇന്നത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് കാണിച്ചു കൊടുക്കരുത്, ഇത് കാണിച്ചു കൊടുക്കരുത് എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടുന്ന് ടാബുമായിട്ട് പോകും, തലേന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ആക്ഷൻ കാണിച്ച് പാട്ട് പാടാൻ പോലും എനിക്ക് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടെ തകർത്ത് കൊടുത്തവർക്ക് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാനിരുന്ന് ഡാൻസ് കളിക്കുമ്പോ അവർക്ക് തോന്നുന്നു ടെഡി ബിയർ ഇരുന്ന് കളിക്കുന്നവർക്കായിരിക്കും അവർക്ക് തോന്നുന്നത്. കാരണം ഞാൻ നല്ല ഫാറ്റിയാണ്. അപ്പൊ അതായിരിക്കും കൂടുതലും ഇഷ്ടം. മിസ്സുമാര് പിന്നെ വാച്ച് ചെയ്യും കേട്ടോ മിസ്സേ. വെളിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു HM അവര് കൊടുക്കുമായിരിക്കും. അത് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കാൻ വന്ന ട്രെയിനീസ് അതായിരിക്കാം. എല്ലാരും ഇങ്ങനെ വെളിയിലിരിക്കും, നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇടയ്ക്കാണ് ഞാൻ അത് കണ്ടത്, ഇവര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടത് ഇടയ്ക്കൊരു ദിവസമാണ്. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു വാച്ചിങ് ഉണ്ട്. ഞാൻ അവിടെ തകർത്ത് കൊടുത്തു അവർക്ക്. എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കിട്ടും ഗോപി ചേച്ചി, എന്തായാലും അവിടെ തന്നെ കിട്ടും. അല്ല മോളെ, അവിടെ അതല്ലടാ, അത് ഗവൺമെന്റ് സ്കൂളാണ്. ഇപ്പൊ ഗവൺമെന്റ് പിന്നെ വേറൊരു എനിക്ക് ഒരു ഇതെന്ന് പറഞ്ഞ മിസ്സേ, വർണ്ണക്കൂടാരം എന്നും പറഞ്ഞ് SSKയുടെ ഒരു പദ്ധതിയുടെ കീഴിലാണ് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി കിടക്കുന്നത്. അപ്പോ അവിടെ എനിക്കിപ്പോ നമ്മളുടെ മോണ്ടിസോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇവര് പ്രീ പ്രൈമറി ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് മോണ്ടിസോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ അവർക്ക് 13 ഇടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഇടങ്ങളും അതിനകത്ത് ഓരോ നമുക്ക് ഈ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് തന്നെ കാണിച്ച് ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷെ അതെനിക്ക് കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അവരിപ്പൊ 30-ാം തീയതി ആയിരുന്നു അവരുടെ ഉദ്ഘാടനം. പക്ഷെ അടുത്ത വർഷം കിട്ടുന്ന കുട്ടികൾക്ക് നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ അതെല്ലാം കണ്ടു, അതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മൾ ഉണ്ടാക്കത്തില്ലേ ആക്ടിവിറ്റീസ്, നമ്മൾ സ്പോഞ്ച് വെച്ച് പാവക്കുട്ടി ഉണ്ടാക്കുന്നതും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതിന് ഓരോ ഇടങ്ങളാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ അതൊരു ഇടമുണ്ട്, ലാംഗ്വേജിന് ഒരു ഇടമുണ്ട്, മ്യൂസിക്കിന് ഒരു ഇടമുണ്ട്, പിന്നെ ഭാഷ പഠിക്കാൻ മറ്റേ ഡ്രാമ, സ്കിറ്റ്, ഡാൻസ്, അതിനൊരു സ്റ്റേജ് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഇതായിരുന്നു അവിടെ. അപ്പോ നമ്മൾക്ക് വർണ്ണക്കുടാബ് നമുക്ക് അവിടെ കിട്ടത്തില്ല. കാരണം ഒന്നീ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ PT വേക്കൻസീസ് വരുമ്പോൾ അവർ വിളിക്കും. വേക്കൻസീസ് ഉള്ളപ്പോൾ വിളിക്കും. പിന്നെ ഗോപിക അവിടെ സർട്ടിഫിക്കറ്റ് അല്ല അവര് നമ്മുടെ ഇംപ്രഷനെ കുറിച്ചിട്ടുള്ള അത് തീർന്നായിരുന്നോ? മിസ്സേ, അതെനിക്ക് ഇന്ന് കിട്ടിയില്ല. ഇവിടെ ഇപ്പം നമ്മുടെ +1-+2-ന്റെയും 10th-ന്റെയും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ടിങ് നടക്കുക. HM അപ്പൊ അതിന്റെ ഡ്യൂട്ടി ഉണ്ട് അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച ചെല്ലുമ്പോൾ മിസ്സിന്റെ സീൽ അവിടെ വാങ്ങിച്ചു വെച്ചേക്കുവാണ്. നമ്മളിപ്പോ സ്മാർട്ട് സ്ക്രീൻ ഒരു അറ്റൻഡൻസ് ഷീറ്റും പിന്നെ ഒരു മാർക്കിന്റെ ഒരു ഇതും തന്നിട്ടുണ്ടല്ലോ, 100 മാർക്കിന്റെ അത് രണ്ടും ഞാൻ അവിടെ കൊടുത്തേക്കുവാണ്. അപ്പം അതെനിക്ക് തിങ്കളാഴ്ച സൈൻ ചെയ്ത് തരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇനി ഒന്ന് തിങ്കളാഴ്ച അവിടെ വരെ പോകണം. മിസ് ഇന്ന് ഭയങ്കര ഇന്നും ധൃതിയായിരുന്നു. പിന്നെ കേറ്ററ്റിന്റെ പരീക്ഷ ആയതുകൊണ്ട് മിസ്സിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ മിസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സൈൻ ചെയ്യാൻ പറ്റാഞ്ഞത്. തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, സന്തോഷം. ക്വസ്റ്റ്യൻസ് എടുത്തില്ല കേട്ടോ. നമ്മള് എന്തെന്ന് പറഞ്ഞത് വൈബയുടെ കാര്യോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന കേട്ടോ ഗോപിക കേറുന്ന സമയത്ത്. അതാ മിസ്, ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആയിരുന്നു. വൈബയുടെ ഡേറ്റ് വന്നു കേട്ടോ. ഒരു പറഞ്ഞു തരും ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ പോയി. നല്ല സന്തോഷം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മളിവിടെ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ പറ്റും. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് നിങ്ങളാണ് അല്ലെ. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ ടീച്ചിങ് അനുഭവങ്ങളെല്ലാം. നമ്മളൊന്നും അല്ല അതില് കേട്ടോ. ഞാൻ പോയ സ്കൂളിൽ ലഞ്ച് ടൈം 12:15 അന്നേരം നമുക്ക് വിശപ്പില്ലാതെ നമ്മള് ഭക്ഷണം കഴിക്കും. വീട്ടിൽ നിന്ന് 3 മണിക്കാണ് ചോറ് കഴിക്കാറ്. മാറിയില്ലേ, റുട്ടീനൊക്കെ മാറിയില്ലേ ഇപ്പൊ? ഇപ്പൊ നോമ്പായോണ്ട്. ഇപ്പൊ നോമ്പാണല്ലേ. ഓക്കെ, സോറി, നോക്കില്ല കേട്ടോ. ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങള് അടുത്ത ക്ലാസ്സിൽ ക്ലാസ് എടുക്കാത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
അത് അടുത്ത ക്ലാസ്സിൽ ഇടും. അർച്ചനയും ബേബി ഞാൻ എടുക്കാറുണ്ട് ടോപ്പിക് കേട്ടോ. ഓക്കെ, ഇനി അവർക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ ആ ടോപ്പിക് അന്ന് തന്നെ വേറെ ആരെങ്കിലും എടുക്കണം കേട്ടോ. അന്ന് തന്നെയെന്ന് വെച്ചാൽ അതിന് മുൻപ് അവരറിയിക്കുമല്ലോ, ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യില്ലേ. അപ്പൊ ഇല്ലെന്നാണെങ്കിൽ അത് ആ ടോപ്പിക് നിങ്ങൾ തന്നെ ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് വന്നത് എടുക്കുക. എടുത്ത ആൾക്കാർ എടുക്കണ്ട, എടുക്കാത്തവർ എടുക്കുക. ഓക്കെ, പിന്നെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈം ടേബിളിന്റെ കണ്ടൻസുകൾ പഠിക്കാം. വേണ്ടി വരും ഇത് കുറച്ച് സമയം വന്ന് ചെയ്യാനായിട്ട് ചാപ്റ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ 7th ചാപ്റ്ററും 8th ചാപ്റ്ററും ഞാൻ എടുക്കും. 9th 10th നിങ്ങൾക്ക് എടുക്കാനുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളാണ്. 9ാമത്തെ ചാപ്റ്ററും റിപ്പോർട്ടിംഗ് ആൻഡ് സൂപ്പർവിഷനും മാൻ ആൻഡ് എൻവയോൺമെന്റ് ചാപ്റ്റേഴ്സ് അത് ഫുള്ള് സെമിനാറുകളാണ്. അതായത് ക്ലാസ്സുകൾ, സെമിനാർ എന്ന രീതിയിലല്ല, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വില്ലിംഗ് ആവുന്ന രീതിയിൽ പ്രിപ്പയർ ആവണം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. വേണ്ടോ? വേണ്ട, കുഴപ്പമില്ല. ഈ ക്ലാസ് ഉണ്ട്. താങ്ക് യു. അപ്പൊ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ തീർത്തോളൂ കേട്ടോ. റെക്കോർഡ്സ് ആണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും ചെയ്ത് തീർക്കാം. ഓക്കെ.